260 തൂണുള്ള പള്ളിയിൽ നിസ്കരിച്ച് ഹബിഷി സുൽത്താനിയുടെ നിർമ്മാണവും കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടം വെച്ച മഹാന്മാരുടെ ചാരത്ത് ചെന്ന ദിവസമായിരുന്നു ഇന്ന്. അതിനിടയ്ക്ക് ബൈക്ക് ടാക്സിക്കാരൻ തന്ന പണിയും. അഹമ്മദാബാദിലാണ് ഞാനിപ്പോൾ. ഇന്ന് രാവിലെയാണ് അഹമ്മദാബാദിലെത്തിയത്. നേരത്തെ ബുക്ക് ചെയ്ത ഡോർമെട്രിയിൽ പോയി ഫ്രഷായി കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. രാവിലെ 9:30 ഇപ്പോൾ സമയം. തെരുവുകൾ സജീവമാകുന്നേയുള്ളൂ. അഹമ്മദാബാദിലെ പ്രധാന ഏരിയയായ തീൻ ദർവാസയുടെ അടുത്തേക്കാണ് നടന്നു പോകുന്നത്. തെരുവ് കച്ചവടത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇറക്കി വെക്കുന്നു. നല്ല തണുപ്പുള്ള ദിവസം തന്നെയാണ്. പ്രധാന തെരുവാണ് എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ എന്ന പുച്ഛത്തോടെ നടക്കുന്ന ഞാൻ അറിയുന്നില്ല തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്നെ ഞെട്ടിക്കുമെന്ന്. രാവിലെ തന്നെ പട്ടം പറത്തുകയാണ് കുട്ടികൾ. തീൻ ദർവാസയുടെ അടുത്തെത്തി. ഗുജറാത്ത് സൽത്തനത്തിലെ അഹമ്മദ് ഷാ നിർമ്മിച്ച കോട്ടയിലേക്കുള്ള കവാടമാണ് ഇത്. കോട്ട പിന്നീട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. 1415 ഈ കവാടത്തിന്റെ പണി പൂർത്തിയായത്. ഇന്ന് അതിന്റെ നടുവിലൂടെ വാഹനങ്ങൾ പോകുന്നു. ഇരു സൈഡിലും കച്ചവടവുമാണ്. തീൻ ദർവാസയുടെ അടുത്ത് നിന്ന് 230 മീറ്റർ അകലെയാണ് അഹമ്മദാബാദിലെ പ്രശസ്തമായ ജമാ മസ്ജിദ്. ലൊക്കേഷൻ സെറ്റ് ചെയ്ത് അങ്ങോട്ട് നടന്നു. കച്ചവടത്തിനായി ഷീറ്റ് കെട്ടാൻ കമ്പി സെറ്റ് ചെയ്യുകയാണ്. പാലോ മറ്റോ റോഡിൽ മറിഞ്ഞിരിക്കുന്നു. നടന്നെത്തുമ്പോൾ ഇങ്ങനൊരു ബോർഡ് കാണാം. റൈറ്റ് തിരിഞ്ഞാൽ ചരിത്ര നിർമ്മിതിയിലേക്കാണ്. കവാടം കടന്ന് ചെല്ലുന്നത് സൈഡിലൂടെ ആയതുകൊണ്ട് നേരെ കാണുന്നത് ഹൗലാണ്. ഹൗലിനും അതിൻ്റെതായ ഒരു മനോഹാരിതയുണ്ട്. വുളു എടുത്താൽ തോർത്താനുള്ള മുണ്ടും തലയിലിടാനുള്ള തൊപ്പിയും ഇവിടെ തന്നെയുണ്ട്. വാക്കിംഗ് ടൂറായും പാക്കേജ് ടൂറായും ടൂറിസ്റ്റുകൾ ഇന്നിവിടെ എത്തുന്നുണ്ടെങ്കിൽ ഈ പള്ളിക്ക് അതിൻ്റെതായൊരു പ്രാധാന്യമുണ്ട്. ഗുജറാത്ത് സൽത്തനത്തിലെ അഹമ്മദ് ഷാ ഒന്നാമന്റെ കാലത്ത് നിർമ്മിച്ച 5ാമത്തെ പള്ളിയാണ് ഇത്. പക്ഷെ നിർമ്മാണം കൊണ്ടും ആർക്കിടെക്ചർ സ്റ്റൈല് കൊണ്ടും വലിപ്പം കൊണ്ടും മുമ്പുള്ള 4 പള്ളിയിൽ നിന്നും ഇത് വ്യത്യസ്തമായിരുന്നു. വിശാലമായ നടുമുറ്റവും അതിനു നടുവിലായി വുളൂഖാനയും പടിഞ്ഞാറ് ഭാഗത്തായി ഗുജറാത്ത് ശൈലിയിലുള്ള പള്ളിയുടെ പ്രധാന ഭാഗവും. ഗുജറാത്ത് ശൈലിയിലുള്ള ആർക്കിടെക്ചറാണ് ഈ പള്ളിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിന്ദു ഇസ്ലാമിക് എലമെന്റ് അടങ്ങിയതാണ് ഗുജറാത്ത് സ്റ്റൈൽ ആർക്കിടെക്ചർ. അകത്തെ പള്ളിയിലെ നിരനിരയായുള്ള തൂണുകൾ എത്ര മനോഹരമാണെന്ന് നോക്കൂ. പള്ളിയിലെ ഓരോ കൊത്തുപണിയിലും ഹിന്ദു ഇസ്ലാമിക് എലമെന്റ്സ് കാണാം. ഗുജറാത്ത് സുൽത്താൻമാർ ഇരു മതസ്ഥർക്കും നൽകിയ പ്രാധാന്യമാണ് ഇവിടെ വിളിച്ചോതുന്നത്. 260 തൂണുകളും 15 ഡോമുകളുമാണ് ഈ പള്ളിക്കുള്ളത്. പള്ളിയിലെ കാഴ്ചകൾ കണ്ട് മറ്റൊരു ഗേറ്റിലൂടെ പുറത്തിറങ്ങി. ഇവിടെയാണ് ബാദ്ഷാക്ക ഹാസിറ, അതായത് ഈ പള്ളിയുടെ നിർമ്മാതാവായ അഹമ്മദ് ഷാ ഒന്നാമന്റെയും മകന്റെയും പേരമകന്റെയും ഖബറിടം. ഇഷ്ടദാസർ വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നൊരിടമാണ് ഇന്ന്. പ്രധാന മസാറിന്റെ പുറത്ത് മറ്റു ചില ഖബറുകളും ഉണ്ട്. അവിടെ സിയാറത്ത് കഴിഞ്ഞിറങ്ങി തിരിച്ച് സ്ട്രീറ്റിലൂടെ നടന്നു. അപ്പോഴേക്കും സ്ട്രീറ്റിൽ ചെറിയ രൂപത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തീൻ ദർവാസയും കടന്ന് മറ്റൊരു ഏരിയയിലേക്കാണ് ഇനി പോകുന്നത്. അവിചാരിതമായി ക്യാമറയിൽ പതിഞ്ഞതാണ്. ഫോണിൽ ആരോടോ സംസാരിക്കുന്നു. പാവം. പലതരം സ്ക്രൂ ഡ്രൈവറുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. എന്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയെങ്കിലും വിശപ്പ് എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കണം. വഴിയിൽ കണ്ട ലക്കി റെസ്റ്റോറന്റിൽ കയറി. ഇതാണ് ഇവിടുത്തെ മെനു. ഒരു മിക്സ് ഫ്രൂട്ട് ജാം ബണ്ണും ടോസ്റ്റഡ് ബ്രെഡും ചായയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത ലക്ഷ്യസ്ഥാനം. ഹൈവേക്ക് അടുത്ത് തന്നെയുള്ള ചെറിയ ഗേറ്റും കടന്ന് അകത്ത് കയറി. സീദി അൽ ഹബിഷി സുൽത്താനി നിർമ്മിച്ച അഹമ്മദാബാദിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ സീദി സയ്യിദ് മോസ്കാണ് ഇത്. തുർക്കി ജനറലായിരുന്ന റൂമി ഖാന്റെ അടിമയായിരുന്നു ഹബിഷി സുൽത്താനി. പിന്നീട് സുൽത്താൻ മഹ്മൂദ് ഷാ മൂന്നാമന്റെ കൂടെ സേവനം ചെയ്യുകയും സുൽത്താന്റെ മരണശേഷം അബിസീനിയൻ ജനറലായിരുന്ന ജുജർ ഖാന്റെ കൂടെ കൂടുകയും ചെയ്തു. ഈ പള്ളി നിന്നിരുന്നിടത്ത് ആദ്യം കല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയൊരു പള്ളിയായിരുന്നു. ഗുജറാത്ത് സൽത്തനത്തിന്റെ അവസാന വർഷം ഹബിഷി സുൽത്താനി ആ പള്ളി പുതുക്കി പണിതതാണ് ഇത്. പിന്നീട് സീദി ഹബിഷി സുൽത്താനിയെ മറവ് ചെയ്തതും ഈ പള്ളിയുടെ പരിസരത്ത് തന്നെ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് കച്ചേരിയായി ഉപയോഗിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കർസോൺ ഇവിടെ എത്തി ഇതിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കുകയും കച്ചോരി ഒഴിയാനും ഇതിനെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശവും നൽകി. പള്ളിയിലെ സീദി സയ്യിദ് ജാളി ഇന്നും അഹമ്മദാബാദിന്റെ അനൗദ്യോഗിക എംബ്ലം കൂടിയാണ്. ആ കാഴ്ചകളെല്ലാം കണ്ട് അവിടുന്ന് ഇറങ്ങി. ഇനി നേരെ റൂമിലേക്ക് തന്നെ നടക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ജുമുഅക്ക് പോണം. റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പോകാമെന്ന് കരുതി. 2:15 ഇവിടെ ജുമുഅ നിസ്കാരം. കുറച്ചു സമയം റെസ്റ്റ് എടുത്ത് പള്ളിയിലെത്തി. ജമാ മസ്ജിദിലേക്ക്
റൂമിലേക്ക് തന്നെയാണ് ജുമുഅക്കായി വന്നിട്ടുള്ളത്. 1:15 ഇപ്പോൾ സമയം. ആളുകൾ എത്തുന്നേ ഉള്ളൂ. എത്തിയവർ മൈക്കിലും അല്ലാതെയും ഖുർആൻ ഓതുന്നു. പള്ളിയുടെ ഒരു സൈഡിൽ ഞാനും ഇരുന്നു. ഉറുദുവിൽ പ്രഭാഷണവും പിന്നീട് 5 മിനിറ്റ് ഖുതുബയും നിസ്കാരവുമാണ് ഇവിടെയുള്ളത്. പ്രസംഗവും ഇമാമത്തും ഒരേ മൗലാനയും ഖുതുബക്ക് മറ്റൊരു മൗലാനയുമാണുള്ളത്. ജുമുഅ കഴിഞ്ഞിറങ്ങി. പള്ളിയുടെ പ്രധാന ഭാഗവും കഴിഞ്ഞ് നടുമുറ്റത്ത് വരെ വിശ്വാസികൾ ഉണ്ടായിരുന്നു. റൂമിലേക്ക് തന്നെ തിരിച്ചു. രാവിലെ ഒഴിഞ്ഞുകിടന്ന സ്ഥലം ഇപ്പോൾ കണ്ട് സ്തംഭിച്ചുപോയി. കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഉച്ചഭക്ഷണത്തിനായി ഒരു കടയിൽ കയറി. സമൂസയും കബാബും ബെന്നുമാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. 100 ഗ്രാമിന് 49 രൂപയാണ് ഇതിന്റെ വില. വൈകുന്നേരം വീണ്ടും കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഒല വഴി ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണിത്. ഹുബ്ലിയിലും ഇതുപോലെ കണ്ടിട്ടുണ്ട്. നിശ്ചിത ബസ്സുകൾ ഈ ലൈനിൽ മാത്രമേ വരികയുള്ളൂ. ബസ് വന്നാൽ ആ കാണുന്ന ഡോറ് ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആവും. ആളുകൾക്ക് കയറാം ഇറങ്ങാം. സിറ്റി ബസ്സുകളാണ് ഈ ലൈനിൽ പോകുന്നത്. ബൈക്ക് ടാക്സി വന്നു. അദ്ദേഹത്തിന് ഹെൽമെറ്റ് ഒന്നുമില്ല. എനിക്കും തന്നിട്ടില്ല. സോളോ ട്രാവലർ ആണെങ്കിൽ ബൈക്ക് ടാക്സിയാണ് ബഡ്ജറ്റ് ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ പ്രധാന സിറ്റികളിൽ മാത്രമേ ഈ സർവീസ് ലഭ്യമാവുകയുള്ളൂ. കുറഞ്ഞ സമയത്തെ യാത്രയ്ക്ക് ശേഷം എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. കവാടം കടന്ന് അകത്ത് കയറി. ഇവിടെ 2 പ്രധാന മഹാന്മാരുടെ മസാറുകളുണ്ട്. അഹമ്മദാബാദിലെ കുത്തുബെ ആലം ദർഗയാണ് ഇവിടെ. പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഒരു മലമുകളിലെ ഗ്രാമത്തിലാണ് ഈ മഹാൻ ജനിച്ചത്. മഹാന്റെ പിതാമഹന്മാര് ബുഖാറയിലുള്ളവരാണ്. അവിടുന്ന് പിന്നെ ഇന്ത്യയിലേക്ക് ദഅവത്തിന് വേണ്ടി വന്നതാണ്. ഈ മഹാന്റെ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് മുല കൊടുക്കാൻ സ്ത്രീകളെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ഒരു സ്ത്രീ വന്ന് ഈ കുട്ടിക്ക് പാൽ കൊടുത്തപ്പോൾ കുട്ടി വിസമ്മതിച്ചു. പിന്നെ സ്വന്തം ഉമ്മയുടേത് നൽകിയപ്പോൾ കുടിക്കുകയും ചെയ്തു. കാര്യമന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആദ്യം കൊടുത്ത സ്ത്രീ ഒരു നർത്തകിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി വ്യത്യസ്തമായിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മതയുള്ളവരുമായിരുന്നു. മതപഠനത്തിനു ശേഷം ഗുരുവും കുടുംബ ബന്ധുവുമായ മഹാന്റെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മയോടൊപ്പം ഇന്ത്യയിലേക്ക് വന്നത്. ഉപ്പ അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. സുൽത്താൻ അഹമ്മദ് ഷാ ആയിരുന്നു അന്ന് അഹമ്മദാബാദിലെ സുൽത്താൻ. സുൽത്താൻ ഈ മഹാന്റെ പൊരുത്തം തേടിയിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ മഹാന്റെ പേരമകനും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. സിയാറത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അസർ വാങ്ങ് കൊടുത്തു. മക്കാമിന്റെ പരിസരത്തിലുള്ള പള്ളിയിൽ കയറി. യാത്രക്കാരൻ എന്ന നിലയ്ക്ക് അസറിനെ മുന്തിച്ച് ജമാക്കാമായിരുന്നു. പക്ഷെ ജുമുഅ നിസ്കാരത്തിനിടയിൽ അസറിനെ മുന്തിക്കാനുള്ള നിയ്യത്ത് കരുതാൻ വിട്ടുപോയി. നിസ്കാരവും കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഇനി ഈ മഹാന്റെ മകന്റെ മക്കാമിലേക്കാണ് പോകുന്നത്. അവിടെ വലിയ സിയാറത്ത് കേന്ദ്രവുമാണ്. ഒല വഴി അടുത്ത ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. ടാക്സി എത്താൻ ടൈം എടുക്കുമെന്ന് കണ്ടപ്പോൾ അടുത്തൊരു കടയിൽ കയറി. കുറച്ച് വെള്ളം കുടിച്ചു. കടക്കാരൻ പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ സിയാറത്തിന് വരാറുണ്ട് എന്നാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ടാക്സി എത്തി. യാത്ര ആരംഭിച്ചു. അദ്ദേഹം ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്നിട്ടൊന്നുമില്ല. 15 മിനിറ്റ് യാത്രയുണ്ട്. 40-50 രൂപയൊക്കെയാണ് ടാക്സി ചാർജ് ആവുന്നത്. ഉള്ളേരിയയിൽ നിന്ന് ഹൈവേയിൽ കടന്ന് വീണ്ടും ഉൾപ്രദേശത്തിലൂടെ യാത്ര ചെയ്താണ് പോകുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്തി. കവാടവും കടന്ന് അകത്ത് കയറി. ഹസ്രത്ത് ഷാഹാലം എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദ് മുഹമ്മദ് സിറാജുദ്ദീൻ എന്നാണ് മഹാന്റെ യഥാർത്ഥ പേര്. ഞാൻ അവിടെ എത്തുമ്പോൾ ഒരുപാട് പേർ മഹാനെ തവസ്സുലാക്കി ബൈത്ത് പാടുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും സുബഹിക്കും അസറിനും ശേഷം ഇങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടുകയും ബെയ്ത്ത് ചെല്ലുകയും മഹാന്റെ പൊരുത്തം തേടുകയും ചെയ്യാറുണ്ട്. നേരത്തെ ഞാൻ സിയാറത്ത് ചെയ്ത മഹാൻ പിതാവും ഇത് അവരുടെ മകനുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം മഹബത്ത് വെക്കുന്ന ആളായിരുന്നു ഈ മഹാൻ. ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിനോട് ഈ കുട്ടിയെക്കുറിച്ച് സന്തോഷം അറിയിച്ചിരുന്നു. മുഹമ്മദ് എന്ന് പേര് വെക്കണമെന്ന് നിർദ്ദേശവും അറിയിച്ചു. ഒരിക്കൽ ഈ മഹാന്, അതായത് ഹസ്രത്ത് ഷാ ആലം എന്നവർ രോഗബാധിതനാവുകയും കുറച്ച് ദിവസം ദർസ് നടത്താനാവാതെ വരികയും ചെയ്തു. മഹാന് ദർസ് നടത്താൻ കഴിയാത്ത ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ദർസ് നടത്തിയെന്ന് ചരിത്രത്തിൽ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്ന കട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സിയാറത്ത് കഴിഞ്ഞപ്പോഴേക്കും മഗ്രിബ് ആയി. മക്കാമിനടുത്തുള്ള പള്ളിയിൽ തന്നെ മഗ്രിബും ഇശാവും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും മക്കാമും പരിസരവും ലൈറ്റ് കൊണ്ട് തിളങ്ങി നിൽക്കുന്നു. അവിടുത്തെ പൊരുത്തം തേടി അവിടുന്ന് ഇറങ്ങി. ഒല വഴി ഒരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു. പക്ഷെ അതെനിക്കൊരു പണി തന്നു. ബുക്കിംഗ് കൺഫേം ആയപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ടാക്സി എത്തുമെന്ന് കാണിച്ചു. അത് പിന്നെ 7 ആയി, 10 ആയി, 11 ആയി, 12 പോയി. അദ്ദേഹം വരാൻ റെഡിയല്ല എന്നർത്ഥം. ഈ ട്രിപ്പ് ഞാൻ ക്യാൻസലാക്കുകയാണെങ്കിൽ അടുത്ത ട്രിപ്പിൽ എനിക്ക് ഇതിന്റെ ക്യാഷും കൂടി ഈടാക്കുന്നതാണ്. അതുകൊണ്ട് ക്യാൻസലാക്കിയില്ല. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. യൂബർ വഴി ഓട്ടോ ടാക്സി ബുക്ക് ചെയ്തു. 5 മിനിറ്റ് കൊണ്ട് ടാക്സി എത്തി. നേരെ റൂമിലേക്ക്. ഭക്ഷണവും കഴിച്ച്
റൂമിലെത്തി. ഏകദേശം 1.5 മണിക്കൂറിലേറെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആദ്യത്തെ ടാക്സി ഡ്രൈവർ ഇതുവരെ ക്യാൻസൽ ചെയ്യാതെ എവിടെയോ ചുറ്റിക്കറങ്ങുന്നു. ഏതായാലും ഞാൻ ഉറങ്ങുകയാണ്. നാളത്തെ കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.